സ്കൂൾ ഓഫ് ഫിനാൻസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൺസിഡറേഷൻ എന്ന ടോപ്പിക്ക്. വെൻ എ പാർട്ടി ടു എൻ എഗ്രിമെൻറ്റ് പ്രോമിസ് ടു ഡു സംതിങ് ഇ മസ്റ്റ് ഓൾസോ ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ ഫ്രം അതർ പാർട്ടി. അപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്യാമെന്ന് മറ്റൊരാൾക്ക് പ്രോമിസ് നൽകുകയാണെങ്കിൽ അയാൾക്ക് ആ പ്രോമിസിന് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് കിട്ടണം. അതിന് പറഞ്ഞ പേരാണ് കൺസിഡറേഷൻ എന്ന് പറയും. So, the consideration is one of the most important element of a valid contract. The term consideration may be defined as price of the promise. അങ്ങനെയും പറയാം. അതുപോലെ തന്നെ നമ്മുടെ നിയമപരമായിട്ട് കൺസിഡറേഷൻ പറഞ്ഞ പേരാണ് ക്വിഡ് പ്രോ ക്യൂ, സംതിങ് ഇൻ റിട്ടേൺ. ഇതൊരു ലാറ്റിൻ വേർഡാണ്. അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, അതിന് പറഞ്ഞ പേരാണ് നതൻ ബാറ്റം, അതല്ലെങ്കിൽ ബെയർ എഗ്രിമെൻറ്റ്. സോ എന്താണ് കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ? അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റൈനിങ് ഫ്രം ഡൂയിങ് ഓർ ദസ് ഓർ അബ്സ്റ്റൈനിങ് ഫ്രം ഡൂയിങ് or promise or to do or abstaining from doing something, such act or abstinence or promise is called consideration for the promise. എന്ന് വെച്ചാൽ പ്രോമിസർ പറഞ്ഞ പ്രകാരം അതല്ലെങ്കിൽ പ്രോമിസറുടെ ഡിസയർ പ്രകാരം നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിലോ അതല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തരുന്ന ഒരു റിട്ടേൺ, അതിനെ പറഞ്ഞ പേരാണ് കൺസിഡറേഷൻ. എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ്? ഫസ്റ്റത്തെ കേസാണ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. അപ്പോൾ ദി ആക്ട് ഓർ അബ്സ്റ്റെയിൻസ് ഓഫ് ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ മസ്റ്റ് ബി ഡൺ അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. പ്രോമിസറുടെ ഇഷ്ടപ്രകാരം ആവണം ഒരു പ്രോമിസിയുടെയോ അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ആക്റ്റോ അബ്സ്റ്റെയിൻസോ. സോ ഈ ഡിസയർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ഇറ്റ് മേ ബി കമ്മ്യൂണിക്കേറ്റ് ഓർ ഇറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഫ്രം ദി കോണ്ടാക്ട്സ് ഓഫ് പാർട്ടീസ്. അപ്പോൾ വാക്കുകൾ പറഞ്ഞതായിരിക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് മിയർ കോണ്ടാക്ട്സ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഡിസയർ. Consideration may move from the promisee or any other persons. It is not that necessary. The consideration should be proceed only from the promisee. അപ്പോൾ promisee മാത്രം തന്നെ കൺസിഡറേഷൻ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. The consideration furnished by the third party will also be valid if it has been done at the desire of the promiser. അപ്പോൾ പ്രോമിസിൽ തന്നെ എന്ത് ചെയ്യണം? കൺസിഡറേഷൻ കൊടുക്കണം നിർബന്ധമില്ല. തേർഡ് പാർട്ടി ആയിട്ട് ഒരാൾക്കും കൊടുക്കാം എന്ത് കൺസിഡറേഷൻ. പക്ഷെ ആ കൺസിഡറേഷൻ പ്രോമിസർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം, അതല്ലെങ്കിൽ പ്രോമിസ് വിചാരിച്ചത് തന്നെ ആയിരിക്കണം. അതിന് പറഞ്ഞ പേരാണ് ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ. ഇതിന് മലയാളത്തിൽ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഒരു OLX ഒരാൾ ഓഫർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വണ്ടി വിൽക്കാൻ തയ്യാറാണ്. ഒരു 50,000 രൂപയാണ് വണ്ടീൻ്റെ വില. അപ്പം ഞാനാണ് അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചു, വണ്ടിയുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തത്. ഇനി ആ പൈസ മൂപ്പർക്ക് ആവശ്യം എന്താണ്? 50,000 രൂപയാണ്. ഞാൻ ആ കാർ അവിടുന്ന് വാങ്ങി കാർ എൻ്റെ വീട്ടിൽ കൊണ്ടു വെച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്നാണ്. രണ്ടാമത്തെ ദിവസം എൻ്റെ ഫ്രണ്ടാണ് പൈസ കൊണ്ടുപോയി കൊടുത്തത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് ആ പൈസ അയാൾക്ക് കൊടുത്തത്. അയാൾക്ക് 50,000 രൂപ കിട്ടിയാൽ മതി, ഓക്കെ അല്ലേ? അപ്പോൾ ആര് കൊടുത്തു എന്നല്ല, അയാളുടെ ഡിസയർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്ന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ് ഓർ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. സോ 3 രീതിയിൽ എന്തെങ്കിലും കൺസിഡറേഷൻ പേയ്മെൻറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ വെൻ ദി പ്രസൻറ്റ് പ്രോമിസ് ഈസ് ബേസ്ഡ് ഓൺ ദി കൺസിഡറേഷൻ ഓൾറെഡി ടേക്ക് പ്ലേസ്. അതിന് പറഞ്ഞ പേരാണ് പാസ്റ്റ് കൺസിഡറേഷൻ. നമ്മൾ ഓൾറെഡി എന്തുണ്ട് കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പ്രോമിസ് ഇപ്പോഴാണ് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. അടുത്തതാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ.
ഈ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ വെൻ ദി പ്രോമിസർ റിസീവ് കൺസിഡറേഷൻ സൈമൾട്ടേനിയസ്ലി വിത്ത് ഹിസ് പ്രോമിസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്രസൻറ്റ് കൺസിഡറേഷൻ. അത് ഉദാഹരണത്തിന് നമ്മളൊരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ബുക്ക് വാങ്ങുക വെച്ചോളൂ. നമ്മുടെ ബുക്ക് സെല്ലർ എന്ത് ചെയ്യണം, അയാളൊരു പ്രോമിസ് തരികയാണ്, ബുക്ക് ഞാൻ വിൽക്കാമെന്ന്, അല്ലെങ്കിൽ പ്രപ്പോസൽ ബുക്ക് ഞാൻ വിൽക്കാമെന്ന്. അപ്പോൾ നമ്മളെ പ്രപ്പോസൽ എന്താണ്, പൈസ ഞങ്ങൾ തരാം, അല്ലെങ്കിൽ നമ്മളെ കൺസിഡറേഷൻ എന്താണ്, പണം തരാം എന്നാണ്. സോ ബുക്ക് വാങ്ങുന്ന സമയം തന്നെ പണം കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയും. ഇനി ഫ്യൂച്ചർ കൺസിഡറേഷൻ, നമ്മൾ ആ ബുക്ക് വാങ്ങിയിട്ട് പണം നാളെ തരാമെന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻസ്. സോ ഇതിന് പറയുന്ന പേരാണ് എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്നും പറയും. ഇനി അടുത്തത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ നിർബന്ധമാണ്, പക്ഷെ അത് ആഡിക്വേറ്റ് ആവണം നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മോട്ടോർ ബൈക്കിൻ്റെ വില എന്നാണ് 25,000 രൂപ വിചാരിച്ചോളൂ. പക്ഷെ എൻ്റെ ഫ്രണ്ട് ആ മോട്ടോർ ബൈക്ക് എനിക്ക് വിൽക്കുന്നത് 10,000 രൂപക്കാണ്. സോ മാർക്കറ്റ് വില ശരിക്കും എത്രയാണ്, 25,000 രൂപയാണ്. പക്ഷേ എനിക്ക് വിൽക്കുന്നത് എത്രയ്ക്ക്, 10,000 രൂപയ്ക്കാണ്. അയാൾക്ക് നഷ്ടം ഉണ്ടെങ്കിൽ പോലും അതൊരു കോൺട്രാക്റ്റ് തന്നെയാണ്, കാരണം അവിടെ പൈസ ഉണ്ട്. ആഡിക്വേറ്റ് ആണോ അല്ലേന്ന് നോക്കേണ്ട ആവശ്യമില്ല. അടുത്തതാണ് കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ നോട്ട് ഇല്യൂഷണറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 തരത്തിലാണ് ഈ റിയലിറ്റി ആൻഡ് ഇല്യൂഷണറി കേസ് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി. ഈ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിന് എ എന്നൊരാൾ ബി എന്നൊരാളോട് പ്രോമിസ് ചെയ്യാണ്, നിങ്ങൾ മരിച്ചു പോയ ഭാര്യയെ ഞാൻ ജീവിപ്പിക്കാം, എനിക്കൊരു 5,000 രൂപ തരികയാണെങ്കിൽ. ഇതൊരു വോയിഡ് കോൺട്രാക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇമ്പോസിബിൾ അല്ല, ഒരാൾ മരിച്ചു പോയ ആൾ ജീവിപ്പിക്കാൻ. അടുത്തതാണ് അൺസർട്ടനിറ്റി കൺസിഡറേഷൻ. ഇപ്പോൾ കൺസിഡറേഷനിൽ വല്ല അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് ഒരിക്കലും വാലിഡ് ആവില്ല, അതൊരു വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നതാണ്. അതുപോലെ ലീഗൽ ഇമ്പോസിബിലിറ്റി, നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ടു ദി ലോ ആണെങ്കിൽ അതൊരിക്കലും പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഇല്യൂഷണറി കൺസിഡറേഷൻ. ഇതിന് ഉദാഹരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു വില്ലേജ് ഓഫീസിൽ പോവുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, വില്ലേജ് ഓഫീസർ പറഞ്ഞു, നിങ്ങളെ അപേക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഈ അപേക്ഷ ഞാൻ നല്ല രീതിയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ എനിക്കൊരു 5,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലാണ്, ഒരു ഇല്യൂഷണറി കൺസിഡറേഷനാണ്. കാരണം അയാളുടെ ഡ്യൂട്ടിയാണ് ആ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തിട്ട് അതിനുള്ള റിസൾട്ട് കൊടുക്കണമെന്ന്. അത് നമ്മൾ പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതെന്താണ്, ഒരു ഇല്യൂഷണറി കൺസിഡറേഷനാണ്. അതുപോലെ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. അപ്പോൾ ഏത് കോൺട്രാക്റ്റ് ആയാലും അതിലുള്ള കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. എവറി എഗ്രിമെൻറ്റ് ഓഫ് വിച്ച് കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ഈസ് വോയിഡ്. അപ്പോൾ അൺലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ആണെങ്കിൽ ആ എഗ്രിമെൻ്റ് എന്താവും, വോയിഡ് ആയിട്ട് മാറും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രേഞ്ചർ ടു ദി കൺസിഡറേഷൻ, അതല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻസ്. ഇതൊരു ടേംസ് ആണ്. എന്ന് വെച്ചാൽ ദി പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ മീൻസ് ദി സ്ട്രേഞ്ചർ ടു ദി കൺസിഡറേഷൻ or the consideration given by any other person other than the promisee. A promisee is enforceable so long as there is some consideration for it and it is immaterial whether it is furnished by the promisee or any other party. അപ്പോൾ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാവാത്ത പ്രശ്നം മാത്രമേ. അപ്പോൾ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രോമിസർക്ക് കിട്ടേണ്ട കൺസിഡറേഷൻ പ്രോമിസ് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, മൂന്നാമതൊരാൾക്കും അത് നൽകാൻ മാത്രമേ ഉള്ളൂ. പ്രോമിസറുടെ ഡിസൈറിന് അനുസരിച്ചുള്ളൊരു കൺസിഡറേഷൻ ആണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രോമിസർക്ക് നൽകാം. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടുള്ള കേസാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. സോ ഇതൊരു
റിയൽ ആയിട്ടുള്ള കേസാണ്. സുബ്രഹ്മണ്യ അയ്യറും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മാളുടെയും കേസാണ്. 1973 2SCC 54 കേസിൻ്റെ ഫയൽ നമ്പർ. എ എന്നൊരാൾ ബോറോ ₹40,000 ഫ്രം ദി ബി ആസ് എ സെക്യൂരിറ്റി ഫോർ ദി ലോൺ. എ execute the mortgage of his property in favor of B. അപ്പോൾ എ എന്നൊരാൾ 40,000 രൂപ എന്ത് ചെയ്തു, ബീൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തു. തൻ്റെ സ്വത്ത് എക്ക് നൽകാം എന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റ് മൂപ്പര് എന്ത് ചെയ്തു, ഫോം ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, എ എന്നാൾ എന്ത് ചെയ്തു, അയാളുടെ പ്രോപ്പർട്ടി 44,000 രൂപയ്ക്ക് എന്ത് ചെയ്തു, വിറ്റു. അയാൾ പറഞ്ഞു അതിൽ 44,000 രൂപയിൽ 4,000 രൂപ എനിക്ക് തന്നിട്ട് ബാക്കി 40,000 രൂപ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ബി എന്ന ആൾക്ക് കൊടുത്തോളൂ. എൻ്റെ ലോൺ അയാളെ കയ്യിൽ നിന്ന് വാങ്ങി, ബീൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ലോൺ വാങ്ങിയത്. അപ്പോൾ സി എന്ന ആളോട് ആ എമൗണ്ട് 40,000 രൂപ ആർക്ക് കൊടുക്കാൻ പറഞ്ഞു, ബിക്ക് നൽകാൻ പറഞ്ഞു. അപ്പോൾ ബിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ബി എന്ത് ചെയ്തു, സിക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്തു. ഞാൻ മോർട്ടേജ് ചെയ്ത സാധനമാണ്, എനിക്കതിൻ്റെ പൈസ വേണം, മീൻസ് എനിക്കത് റിക്കവർ ചെയ്യണം, ആ സെറ്റ് റിക്കവർ ചെയ്യണ രീതിയിലുള്ളൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ കോടതി നോക്കിയപ്പോൾ പറയണതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടാനുള്ള 40,000 രൂപ കിട്ടിയില്ലേ, പിന്നെന്താ പ്രശ്നം എന്ന രീതിയിലാണ് കോടതി പറഞ്ഞത്. അതായത് ആരാണോ കൺസിഡറേഷൻ കൊടുക്കുന്നത് ഒരു ഇമ്പോർട്ടൻസ് അല്ല, പ്രോമിസർക്ക് തൻ്റെ ഡിസയർ അല്ലെങ്കിൽ കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ അടുത്തതാണ് സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്റ്റ്. അപ്പോൾ സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു കേസ് എന്ന് വെച്ചാൽ, ഒരു കോൺട്രാക്റ്റിൽ ഇല്ലാത്തൊരാൾക്ക് കോൺട്രാക്റ്റ് ഉള്ള ഒരാൾക്ക് എതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പം എയും ബിയും ആണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. സി എന്നൊരാൾ ബിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. Party of the contract means stranger to the contract as per the doctrine of privity of contract. A person who is not a party to the contract cannot sue for carry out the promise made by the parties. അപ്പോൾ രണ്ടാൾക്കാർ കൂടി ചേർന്ന് ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ, ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിലൊരാളെന്ത് ചെയ്തു, അതിൽ പ്രോമിസ് ബ്രീച്ച് ചെയ്തു വെച്ചിട്ട് സി അല്ലെങ്കിൽ ഔട്ട്സൈഡർ ആൾക്ക് ബിക്കോ സിക്കോ എതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പറ്റില്ല. സോ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടയർ കമ്പനീൻ്റെ കേസാണ്. 1915 കേസാണ്. അപ്പോൾ ടയർ കമ്പനിയും അതുപോലെ ഷെൽ ഫ്രിഡ്ജ് എന്നൊരു കമ്പനിയുമായിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അതൊരു ഉദാഹരണമാണ്. എസ് എന്നൊരാൾ എന്ത് ചെയ്തു, ഒരു ടയർ എന്ത് ചെയ്തു, ടയർ കമ്പനിയിൽ നിന്ന് വാങ്ങി. ആ വാങ്ങിയ ടയർ എന്ത് ചെയ്തു, അയാൾ ഡി എന്നൊരു സബ് ഡീലർക്ക് എന്ത് ചെയ്തു, മറിച്ച് വിറ്റു. അവിടെ ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്തു, എസും ഡിയും ഫോം ചെയ്തു. എസ് പറഞ്ഞിരുന്നു, നിങ്ങൾ ആ ടയർ കമ്പനിയെക്കാട്ടിയും കുറഞ്ഞ വിലയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ടയർ വിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഡാമേജ് ആയ എല്ലാ ടയറിനും എന്ത് ചെയ്യണം, $5 വെച്ച് നിങ്ങൾ ടയർ കമ്പനിക്ക് നൽകണം. ഇപ്പോൾ സബ് ഡീലറായ ഡി എന്ത് ചെയ്തു, അയാൾ വിറ്റ ടയറൊക്കെ ടയർ കമ്പനീൻ്റെയും കാട്ടിയും വില കുറഞ്ഞ രീതിയിലാണ് ടയർ വിറ്റത്. അപ്പോൾ അത് ടയർ കമ്പനിക്ക് പറ്റിയില്ല. ടയർ കമ്പനി എന്തെങ്കിലും കോടതിയിൽ പോയിട്ട് സബ് ഡീലർക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞു വെച്ചാൽ, ഇവിടെ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എസ് എന്നൊരാളാണ്, എസ് എന്നൊരാളും അപ്പോൾ ഡി എന്നൊരാളാണ് ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ടയർ കമ്പനിക്ക് ഡി എന്നൊരാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സംഷൻസ് ഓഫ് റൂൾ ഓഫ് സ്ട്രേഞ്ച് ടു കോൺട്രാക്റ്റ്. ട്രസ്റ്റ്. അപ്പോൾ when a trust is created, the beneficiary can enforce his right given to him under the trust, even though he was not a party to contract between settler and trustees. സോ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഔട്ട്സൈഡേഴ്സായിട്ടും കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ പറ്റും ഓൺ ദി ബിഹാഫ് ഓഫ് ട്രസ്റ്റി. അതുപോലെ അടുത്തതാണ് മാരേജിൻ്റെ കേസ്, അതുപോലെ ഫാമിലി അറേഞ്ച്മെൻറ്റ്. അതായത് നമ്മളെ വീട്ടിൽ where provision is made in partition of family arrangement for the benefit of any member of the family, such a member may sue to enforce the agreement even though he is not a party to arrangement. അപ്പോൾ നിങ്ങൾക്കറിയാം, വീട്ടിൽ ഒരു പാർട്ടീഷൻ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ആ പാർട്ടീഷൻക്കെതിരെ, അതല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ കോൺട്രാക്റ്റിനുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ പോലും നിങ്ങളെ വീട്ടിലെ കാര്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അടുത്തതാണ് ഏജൻസി. ഏജൻസി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഏജൻ്റ് ഉണ്ടാവും, അയാൾ എന്ത് ചെയ്യും, പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഏജൻറ്റും പ്രിൻസിപ്പൾ എന്താണ്, ഒന്നാണ്. അപ്പോൾ ഏജൻറ്റും ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഇതാർക്കും ബാധകമാണ്, പ്രിൻസിപ്പൾക്കും ബാധകമാണ്. അടുത്തതാണ് അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ എസ്റ്റോപ്പൽ. ഞാൻ എ എന്നൊരാളുണ്ട്, എ എന്നൊരാൾ കമ്പനി ഉണ്ട് വിചാരിച്ചോളൂ, സി എന്നൊരാളുണ്ട്, അദ്ദേഹമാണ് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ സിയുടെ വിചാരം ഞാൻ ആ കമ്പനിയുടെ ഓണറാണ്, അല്ലെങ്കിൽ ഞാൻ ആ കമ്പനിയുടെ ഭാഗമാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു, എൻ്റെ കാട്ടിക്കൂട്ടലും അതല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റവും എൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആ കമ്പനീൻ്റെ ഭാഗമാണ്, അരുൺ എന്നൊരാൾ ആ കമ്പനീൻ്റെ ഭാഗമാണ് വിചാരിച്ചിട്ട് സി എന്നൊരാൾ എ എന്നൊരു കമ്പനിക്ക് എന്ത് ചെയ്തു, ലോണ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ തന്നെയാവും, എനിക്ക് മാറാൻ പറ്റില്ല. കാരണം അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ പോലും ഞാൻ കാരണമാണ് അദ്ദേഹം ഇതിലേക്ക് പൈസ ഇറക്കിയിട്ട്. അപ്പോൾ അതും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ.